ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. രാവിലെ അടുക്കളയിൽ നല്ല തിരക്കിലാണ് കേട്ടോ. നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിന് കഴിക്കാനായിട്ട് കടലക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ഞാൻ കടലക്കറി കാച്ചുന്നതിലേക്ക് ഒഴിച്ചിരുന്നു. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ എളുപ്പത്തിനായിട്ട് ഇതാ പുട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ടിട്ടാണ് ഇഡ്ഡലി ചെമ്പിൽ വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ പ്ലേറ്റിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ചോറ് ഇരിക്കുന്നത് പോലെയാണ് നമ്മുടെ പുട്ടിരിക്കുന്നത്. കാണാൻ ഭംഗിയൊന്നും ഇല്ല കേട്ടോ, എന്നാലും എളുപ്പത്തിന് കഴിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. പിന്നെ നമുക്ക് സാമ്പാറും കൂടി ഇന്ന് വെക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു കോഴി മുട്ടയിട്ടും കഴിഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരാളുടെ മുട്ട കിട്ടിയല്ലോ, പിന്നെ ഇവരെ അങ്ങോട്ട് തുറന്ന് വിട്ടെങ്കിലോ എന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇഷ്ടം പോലെ ചക്കകളുണ്ട്. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ഓരോ ചക്കകൾ എടുത്തും കഴിഞ്ഞിട്ട് കറി വെക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മഴ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്നില്ല കേട്ടോ. എന്നും വെച്ച് കഴിഞ്ഞാൽ മറ്റിപ്പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കൂടുതലും ഇങ്ങനെ ചോറിന് കഴിക്കാനല്ല നല്ലത്. നമുക്ക് ഈ ചക്ക ഉപ്പേരിയൊക്കെ എനിക്ക് കട്ടൻ ചായക്ക് ഒപ്പൊക്കെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഒരാളും കൂടി മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇനി കാത്തു നിൽക്കാനില്ല കേട്ടോ. അല്ലിയും പിന്നെ നമ്മുടെ കരിങ്കോഴി കുഞ്ചിയാണ് മുട്ടയിടാനായിട്ട് ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവരാണ് മുട്ടയിടുന്നത്. അപ്പോൾ അവരുടെ മുട്ടയ്ക്ക് കിട്ടിയതിൽ പിന്നെ നമ്മളിതാ ഈ കൂടൊക്കെ അങ്ങോട്ട് തുറന്ന് വിടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാടൻ കോഴികളെയൊക്കെ വളർത്തിയാലുള്ള ഒരിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ മുട്ടയൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പൂവൻ കോഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ പിന്നെ അതിനെയൊക്കെ കറി വെച്ചൊക്കെ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികളെ ഞങ്ങൾ ഓമനകളെ പോലെയാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഇവരെ ഒന്നും കൊന്നു തിന്ന് അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മളിങ്ങനെ അവരെ വളർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇനി നല്ല തണുപ്പൊക്കെ വരുമ്പോൾ വീണ്ടും കുഞ്ഞു കോഴികളെയൊക്കെ വാങ്ങി വളർത്തണം. 10 മണിച്ചെടിയിൽ നിറയെ മുട്ടുകളും പൂവുകളൊക്കെ ഉണ്ട്, വിടർന്ന് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെങ്കല്ല് കളറാണ് കേട്ടോ. ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ പിങ്കായിട്ട് തോന്നുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ പരിപ്പ് കുക്കറിൽ വേവിച്ചിരുന്നു സാമ്പാറിന് വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, കായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുളി പിഴിഞ്ഞ് നമ്മൾ ഒഴിക്കും. പിന്നെ കുറച്ച് ശർക്കരയും ഇതിൽ ചീന്തിയിടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് അവസാനം നമ്മൾ കുറച്ച് മല്ലിയിലേക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. സാമ്പാർ ഉണ്ടെങ്കിൽ എനിക്ക് പപ്പടം വറുക്കണം എന്ന് എപ്പോഴും തോന്നും കേട്ടോ. അപ്പോൾ പിന്നെ സാമ്പാറും പപ്പടവും പിന്നെ രാവിലത്തെ കടലക്കറിയൊക്കെ ആയിട്ട് നമ്മുടെ ലഞ്ച് ഇന്ന് കുശാലായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഉച്ചതിരിഞ്ഞാണെങ്കിൽ പൊരിഞ്ഞ മഴക്കാരാണ് വരാട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റേതായൊരു ചൂടാണ് എപ്പോഴും. അപ്പോൾ രാത്രി പെയ്താൽ പെയ്തു ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചതിരിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചെപ്പിൽ ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും വാങ്ങുന്ന ബിസ്ക്കറ്റ് അല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനെ പൊട്ടിച്ചും കഴിഞ്ഞ് ഞാൻ ഇതിലാക്കി വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ കഴിച്ചു നോക്കാനായിട്ട് പോകണം. സാധാരണ ഞാൻ മേടിക്കുക നമ്മുടെ മാഗി ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ക്രാക്ക് ജാക്ക്, ഇത് രണ്ടുമൊക്കെയാണ് മാറി മാറി വാങ്ങാം കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് ഇതിൻ്റെ പാക്കറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് അടിപൊളിയായിരിക്കുന്നു. അങ്ങനെ കഴിച്ച് വയ്ക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കോഫിയുടെ ഒരു ടേസ്റ്റാണ് അതിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രസമാണ്. അല്ലാതെ ഭയങ്കര മധുരം എന്ന് പറയാനായിട്ട് ഇല്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ ചെപ്പിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയം പോലെ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒക്കെ തിന്ന് തീർക്കുള്ളൂ ഞാൻ. മക്കളൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചെപ്പിലിടാൻ തന്നെ കിട്ടില്ല കേട്ടോ. എടുക്കാൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അപ്പം തന്നെ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും വേഗം ഞാൻ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ചും കഴിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുൻപാണെങ്കിൽ ഒരു 6 മണി 5:30 സമയത്തൊക്കെയാണ് ഇത് അരച്ച് വെക്കാറ്. ഇപ്പം അതിന് മുൻപ് തന്നെയായിട്ട് വെക്കും കേട്ടോ. കാരണം ആ ഒരു സമയത്തൊക്കെ ഇടി മുഴക്കവും അതുപോലെ തന്നെ മഴക്കാരും കാര്യങ്ങളും കാറ്റും കറണ്ട് പോക്കൊക്കെയാണ് ആവാറ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലാണെങ്കിൽ 2 പശുക്കളെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൗഗ്ലിയും അതുപോലെ തന്നെ വിറ്റിയൊക്കെ അവരുടെ അടുത്ത് പോയി നിന്ന് അവരെയൊക്കെ ശരിക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ തന്നെയായിരുന്നു. ഫുഡ് കഴിക്കാനാണ് അവരിങ്ങോട്ട് വന്നിരുന്നുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക്. നമ്മൾ ആനേനെ കാണുന്ന പോലെയാണ് ഇവരിങ്ങനെ പശുക്കളെ കണ്ടാൽ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലാണെങ്കിൽ അപ്പം തുടങ്ങി ഇങ്ങനെയാണ്, ആഹാ ഇനി ഉച്ച തിരിഞ്ഞ് ഇവയെ കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ചാണകമൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു വിചാരമായിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ ഉച്ച തിരിഞ്ഞ് പശുക്കളൊന്നും കാണാനില്ല. അപ്പം ഞാനും മൗഗ്ലിയും കൂടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ ഈ പറമ്പിൽ. അങ്ങനെ ഞങ്ങൾ ചാണകത്തിന് വേണ്ടി സെർച്ച് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ തേക്കിൻ്റെ ഇലകളൊക്കെ വീണിട്ട് നടക്കുമ്പോൾ കരാന്നിങ്ങനെ ചവിട്ടിക്കൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. എങ്ങും നോക്കിയിട്ട് ചാണകം കാണാനില്ല. ഇനിയിപ്പോൾ ഈ പശുക്കൾ ചാണകം ഇടാണ്ട് അതിന് മുൻപ് തന്നെ അവർ അഴിച്ചുകൊണ്ട് പോയോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നോക്കി നോക്കി നടക്കുമ്പോൾ പെട്ടെന്ന് മൗഗ്ലീനെ കാണാനില്ല. നോക്കിയപ്പോൾ മൗഗ്ലി ഒളിച്ച് നിൽക്കണം കേട്ടോ. ഈ പ്ലാവിൻ്റെ ഇപ്പുറത്തായിട്ട് ഒളിച്ച് നിൽക്കണം മൗഗ്ലി. അങ്ങനെ ഞാനും ഇവനും കൂടി കുറേ നോക്കിയപ്പോൾ ദാ ഉണങ്ങിയ ചാണകം. അത് ഇന്നത്തെയൊന്നല്ല, മുൻപത്തെയാന്ന് വിചാരിച്ചെടുത്തപ്പോൾ അല്ല, മുകൾ ഭാഗം മാത്രമാണ് ഉണങ്ങിയിരിക്കുന്നത്. ഉൾഭാഗം അത് നല്ല നനവായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും മൗഗ്ലി ആ ചാണകമൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയത് വിക്കി കണ്ടില്ല, അതുകൊണ്ട് വിക്കി ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ചാണകം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കല ഉണ്ടല്ലോ, ആ കലത്തിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അതിങ്ങനെ നല്ല പോലെ കലക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ തെളി നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട്. ആ സ്ലറി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചീരയുടെയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇരട്ടി വലിപ്പം വയ്ക്കും. അതുപോലെ തന്നെയാണ് എല്ലാ പച്ചക്കറികൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചാണകം മാത്രമല്ല, അതിൽ നമുക്ക് എന്തൊക്കെ വളങ്ങളുണ്ടോ നമ്മുടെ കയ്യിൽ അതൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അതാ ഞാൻ ഇതിൽ പൈപ്പ് തുറന്നിട്ടും കഴിഞ്ഞിട്ട് ഒരു വടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കലക്കാൻ വേണ്ടിയിട്ടാണ് വടി എടുത്തേക്കണത് കേട്ടോ. അങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം തെറിക്കാത്ത സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ മൗഗ്ലിക്കുട്ടൻ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അവനറിയാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെടിയുടെ അടുത്തേക്ക് പോകുന്നു, അതിനൊഴിക്കുന്നൊക്കെ അവനറിയാം കേട്ടോ. കാരണം ഇതങ്ങോട്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും ഓരോ ചെടിയുടെ അടുത്തൊക്കെ പോയി നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ ഈ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കില്ലേ നമ്മൾ എന്തൊക്കെ ചെയ്യണേ കാര്യങ്ങളൊക്കെ. എല്ലുപൊടി അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്ലറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചാരം ഉണ്ടായിരുന്നു അപ്പുറത്ത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ചാരം കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ഇതിലിട്ടും കഴിഞ്ഞ് അതും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് കലക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത്തിരി ചാരം ഒരു ചിരട്ടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ കലക്കി ഇളക്കി എടുത്തും കഴിഞ്ഞിട്ട് ഇത് കുറേ വെള്ളം ഒഴിച്ച് വെക്കാം. അതിൻ്റെ മുകൾ ഭാഗം ആ തെളി എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഴക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ആ വെണ്ട തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്, ചീര തൈകളൊക്കെ കേട്ടോ. അപ്പോൾ അതിനങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് നനയ്ക്കേണ്ടതായിട്ട് വലിയ വൈകുന്നേരം ചിലപ്പോൾ മഴ ചാറിയെങ്കിലോ എന്നൊക്കെ വിചാരിക്കുന്നത് കേട്ടോ. ചെറിയ മഴയായാലും കിട്ടിയാൽ മതിയല്ലോ, നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇതിൽ കണ്ടില്ലേ 2 വെണ്ട തൈയാണ് കേട്ടോ, നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളരി നല്ല പോലെ വിളഞ്ഞ് കിടക്കുന്നുണ്ട്, നമ്മൾ അതിനെ ഇങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ചാണക സ്ലറിയൊക്കെ എല്ലാത്തിനും ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും പൊഞ്ഞിതേ കൂട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങുകയാണ്. കാരണം മഴക്കാർ നല്ല പോലെയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇരുട്ട് പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചീരച്ചേമ്പിന് നല്ല കൂമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലിമോളാണെങ്കിൽ മതിലിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇനി ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൂട്ടിൽ കയറുന്ന സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ സീതപ്പഴത്തിൻ്റെ തൈതേ നല്ല പോലെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മഴവെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് വരാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. ഇതുമ്പോൾ വേഗം ഒന്ന് പൊടിച്ചൊക്കെ വന്ന് സീതപ്പഴമൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ഭാവനയിൽ കാണുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ വിക്കിമോൻ ഇവിടെ വണ്ടിയുടെ മുകളിൽ കയറി കിടക്കുകയാണ് കേട്ടോ. കാരണം മഴ പെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഓടി വന്ന് കിടന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ. ഇവിടെ ഈ കൊപ്പ നമ്മൾ ഒടിച്ച് കളഞ്ഞതാണെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ശിഖരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒടിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.